ഇടുക്കി അണക്കരയിൽ വാഹനാപകടത്തിൽ മരിച്ച വിദ്യാർത്ഥിയുടെ സംസ്കാരം വൈകുന്നു. അണക്കര സ്വദേശി ഷാനറ്റ് ഷൈജുവാണ് ചൊവ്വാഴ്ച മരിച്ചത്. കുവൈറ്റിൽ ജോലിക്കായി പോയ മാതാവ് ജിനു തിരിച്ചു വരാനാകാതെ കുടുങ്ങിക്കിടക്കുന്നതാണ് ഇതിന് കാരണം. അമ്മയെ നാട്ടിലെത്തിക്കാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെട്ടിട്ടുണ്ട്. എങ്കിലും പശ്ചിമേഷ്യയിലെ യുദ്ധവും കേരളത്തിലെ കോവിഡും പ്രതിസന്ധിയാവുകയാണ്. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് സുബിൻ തോമസ് ചേരുകയാണ്. സുബിൻ, ഈ കുഞ്ഞിൻ്റെ സംസ്കാര ചടങ്ങുകൾ വൈകുകയാണ്. ഒരു ജോലി തട്ടിപ്പിന് ഇരയായാണ് ജിനു അവിടെ കുടുങ്ങിക്കിടക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. വിശദാംശങ്ങൾ. സുബിൻ, ജിനുവിന് എന്താണ് എത്താനുള്ള തടസ്സം? ഒരു ജോലി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെ വലിയ നിയമ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. വിവരങ്ങൾ എന്തെല്ലാം? സുബിൻ, ഈ വാർത്തയുടെ വിവരങ്ങൾ എന്തെല്ലാം? കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അണക്കരയ്ക്ക് സമീപം ചെല്ലാർകോവിൽ വെച്ച് തൊഴിലാളികൾ സഞ്ചരിച്ചിരുന്ന ജീപ്പുമായി ഈ ഷാനറ്റും അതുപോലെ തന്നെ സുഹൃത്ത് അലനും സഞ്ചരിച്ചിരുന്ന ബൈക്ക് ഇടിക്കുന്നത്. ഈ അപകടത്തിൽ രണ്ടുപേരും, അതായത് അലനും ഷാനറ്റും മരിക്കുകയും ചെയ്തു. അലന്റെ മൃതദേഹം സംസ്കരിച്ചു. തുടർന്ന് ഷാനറ്റിന്റെ മൃതദേഹം വിദേശത്തുള്ള മാതാവ് വരുന്നതിനായി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ഈ സമയത്താണ് ഇത്തരത്തിൽ ഈ ഇന്ത്യയിലേക്ക് വരാൻ കഴിയാത്ത വിധം കുവൈറ്റിൽ ഈ ഒരു ഷാനറ്റിന്റെ മാതാവ് ജിനു കുടുങ്ങിക്കിടക്കുകയാണ് എന്നുള്ള വിവരം പുറത്തു വരുന്നത്. അതായത് ജോലി തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് ഇവർ ഈ ഒരു കുടുക്കിൽപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള ഏജന്റ് മുഖാന്തരം ഈ ജിനു കുവൈറ്റിലെത്തുന്നത്. ഇവിടെ ഒരു ഹോം നേഴ്സായി ജോലിക്ക് എത്തുന്നു. ഇവിടെ നിന്ന് അതികഠിനമായ ജോലി മൂലം ഈ തുടർന്ന് മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായതോടുകൂടിയാണ് ഇവർ ആ ഒരു വീട് വിട്ടിറങ്ങി വീണ്ടും ഏജൻസിയിൽ എത്തുന്നത്. തുടർന്ന് ഈ വീട്ടുടമ, അതായത് ഇവർ ജോലിക്ക് പോയി വീട്ടിലെ വീട്ടുടമ ഇവരെ കാണാനുള്ള തരത്തിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് ഇവർ ജയിലിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. തുടർന്ന് നിലവിൽ മറ്റ് ഇടപെടലുകളെല്ലാം നടത്തി, അതായത് കുവൈറ്റ് മലയാളി അസോസിയേഷൻ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ടാണ് നിലവിൽ ജിനുവിന് നാട്ടിലേക്ക് വരാനുള്ള സാധ്യതകൾ ഒരുക്കിയത്. പക്ഷേ ആ സമയത്ത് ഇസ്രായേൽ ഇറാൻ യുദ്ധവും കൂടാതെ ഈ കോവിഡ് പിടിപെട്ടതുമെല്ലാം തന്നെ ഈ ഒരു ജിനുവിന്റെ മടങ്ങിവരവിനെ ഒരു വിഘാതമുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാക്കിയത്. ഇതേ തുടർന്ന് ഈ ഒരു ഷാനറ്റിന്റെ മൃതദേഹം സംസ്കരിക്കാൻ വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ 4 ദിവസമായി ഷാനറ്റിന്റെ മൃതദേഹം കട്ടപ്പനയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ ജിനുവിനെ തിരിച്ചെത്തിക്കാനായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വ്യക്തത ഇനിയും വരാത്തൊരു സാഹചര്യമുണ്ട്. എന്ന് ജിനുവിന് തിരിച്ചെത്താനാകും അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് എത്താനാകുമെന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്ത ദിവസം തന്നെ ജിനുവിനെ കേരളത്തിലേക്ക് കയറ്റി വിടാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിവരം കിട്ടിയിട്ടുണ്ട് എന്ന് കുവൈറ്റ് മലയാളി അസോസിയേഷൻ പറയുന്നു. പക്ഷേ അതൊരു വ്യക്തത വരാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കുടുംബവും നിലവിൽ വലിയ ദുഃഖത്തിലാണ്. ഇനി ജിനു വന്നതിന് ശേഷം മാത്രമേ ഷാനറ്റിന്റെ മൃതദേഹം സംസ്കരിക്കൂ എന്നുള്ളൊരു തീരുമാനമാണ് കുടുംബം എടുത്തിട്ടുള്ളത്. അതിന് കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഇടപെടൽ അടിയന്തരമായി തന്നെ വേണമെന്നൊരു ആവശ്യവും അവർ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. ശരി. ഇടുക്കി അണക്കരയിൽ വാഹനാപകടത്തിൽ മരിച്ച വിദ്യാർത്ഥിയുടെ സംസ്കാരം വൈകുകയാണ്. അണക്കര സ്വദേശി ഷാനറ്റ് ഷൈജുവാണ് ചൊവ്വാഴ്ച മരിച്ചത്. കുവൈറ്റിൽ ജോലിക്കായി പോയ മാതാവ് ജിനു തിരിച്ചുവരാനാകാതെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഇതാണ് ഈ പ്രശ്നത്തിൽ സങ്കീർണത സൃഷ്ടിക്കുന്നത്.